ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വളരെയധികം സന്തോഷം തരുന്ന ഒരു ന്യൂസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറേയധികം ആളുകൾ ഫാം ചെയ്യുന്ന പ്രൊജക്റ്റായിട്ടുള്ള ഹാംസ്റ്റർ കോമ്പാറ്റ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കുറച്ച് മുന്നേ കിട്ടിയിട്ടുണ്ട്. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ വെക്കുന്ന ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 500 ലൈക്സ് ആണ്. സോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് മുന്നേ ആണ് നമുക്ക് ബൈനാൻസിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ കൂടെ അവരുടെ ലോഞ്ച് പൂളിലൂടെ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടോക്കൺ ലിസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി മറ്റുള്ള പല എക്സ്ചേഞ്ചുകളും 26-ാം തീയതി ലിസ്റ്റിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബൈനാൻസ് ലിസ്റ്റിംഗ് ഏതൊരു പ്രൊജക്റ്റിനും എക്സ്ട്രാ ആയിട്ടുള്ളൊരു പുഷ് നൽകുന്നതായിരിക്കും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ബൈനാൻസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ്. ഏകദേശം ഒരാഴ്ച മുന്നേ തന്നെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ മേലെ ഒരു ഡിസ്കഷൻ നടത്തിയാണ്. അതായത് ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങളെല്ലാവരും കേട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത്ര അധികം കമ്മ്യൂണിറ്റി ഉള്ള ഒരു പ്രൊജക്റ്റ് ബൈനാൻസ് പോലൊരു എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യാണ്ടിരിക്കുമ്പോൾ അവർക്ക് അത്രയും യൂസേഴ്സിന് അവിടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ബൈനാൻസിലേക്ക് ലിസ്റ്റിംഗ് വരാനുള്ള സാധ്യതയാണ് കൂടുതലെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യം അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ഇപ്പം നമുക്ക് ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്ന ടോക്കണിൻ്റെ ടോട്ടൽ സപ്ലൈ എത്രയാണ് എന്ന കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്കിവിടെ ബൈനാൻസിൻ്റെ ഈ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ പേജിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു അനൗൺസ്മെൻറ്റ് പേജിൽ വന്നതിന് ശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ ടോക്കണിൻ്റെ ടോട്ടൽ സപ്ലൈയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് ടോക്കൺ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 100 ബില്യൺ ആണ്. നോട്ട് കോയിൻ എങ്ങനെ ലോഞ്ച് ചെയ്തു അതുപോലെ തന്നെയാണ് ഇവരുടെ ടോക്കണിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത്. പക്ഷേ എയർ ഡ്രോപ്പ് കൊടുത്ത ക്വാണ്ടിറ്റിയിൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഹാംസ്റ്റർ കോമ്പാറ്റ് ഏകദേശം 60% ടോക്കൺസ് ആയിരിക്കും അവരുടെ യൂസേഴ്സിനായിട്ട് കൊടുക്കുന്നത്. അതായത് ഏകദേശം 60 ബില്യൺ ടോക്കൺസ് ആയിരിക്കും എയർ ഡ്രോപ്പ് ആയിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇനി തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ അറിയാനായിട്ട് പറ്റും എങ്ങനെയായിരിക്കും അതിൻ്റെ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ വരുന്നത്, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങൾ അറിയാനായിട്ട് പറ്റും. എന്തായാലും ഈ ഒരു പ്രൊജക്റ്റിൽ കൃത്യമായിട്ട് ജെന്യുവൻ ആയിട്ടുള്ള രീതിയിൽ ഫാം ചെയ്ത ആളുകൾക്ക് മോശമല്ലാത്ത രീതിയിലൊരു പ്രോഫിറ്റ് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ധാരാളം യൂസേഴ്സ് ഉണ്ട്. സോ കുറേ യൂസേഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ഡ്രോപ്പിൻ്റെ വാല്യൂ ഡൈല്യൂട്ട് ആയി പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇവർ മറ്റെന്തെങ്കിലും രീതിയിലേക്കുള്ള ഫിൽറ്ററിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ട് ടോട്ടൽ എലിജിബിൾ യൂസേഴ്സിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കുറയ്ക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എയർ ഡ്രോപ്പ് കിട്ടുന്ന, അതായത് ഒരു ആവറേജ് യൂസറിന് കിട്ടുന്ന എയർ ഡ്രോപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലേക്ക് വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ബൈനാൻസ് ലോഞ്ച് പൂളിൽ ഏകദേശം 3 ബില്യൺ ഹാംസ്റ്റർ ടോക്കണാണ് അവർ റിവാർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഹാംസ്റ്റർ കോമ്പാറ്റ് കൃത്യമായി ഫാം ചെയ്ത എല്ലാവർക്കും വളരെ വലിയ കൺഗ്രാജുലേഷൻസ്. തീർച്ചയായിട്ടും ഈ ഒരു സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് കുറേയധികം എയർ ഡ്രോപ്പുകൾ വരുന്നുണ്ട്. എല്ലാവർക്കും അതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് വരുന്ന എല്ലാവിധ അപ്ഡേറ്റുകളും നമ്മൾ ടെലഗ്രാമിലായിരിക്കും ഇടുന്നത്. അതുകൊണ്ട് തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ടെലഗ്രാമിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.